ബൈ സനുജ. നാളെ കാണാം. ബൈ. 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 ചേട്ടാ ഇങ്ങോട്ട് ഞാൻ ചെയ്യാൻ വേണ്ടില്ലായിരുന്നു. കുറെ കാലം കൂടിയിട്ടുള്ള ആഗ്രഹം. ആണോ? ഞാൻ ചെയ്തോളാം. പൈസ ചേട്ടൻ എവിടെ ടിക്കറ്റ് കൊടുക്കണേ? സോറി താങ്ക് യു. നൈസ് ഡാ. ചേട്ടാ ഒരു സെൽഫി എടുത്തോട്ടെ. ചേട്ടാ ഒന്ന് പതുക്കെ ബ്രേക്ക് ഔട്ട് ചേട്ടാ. ചോദിച്ചു നോക്കൂ. എനിക്ക് നമ്പർ ഒന്ന് തരുമോ? അതിനിപ്പോ എന്താ? എന്നാ കൊട. മഴയും വെയിലൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനു സാറേ കൊട? എടോ കാശ് കൊടയിൽക്കിടാൻ എവിടെയൊക്കെ ക്യാമറ വെച്ചേന്ന് യാതൊരു പിടിയില്ല. കൈക്കൂലി കൊടുക്കാൻ അറിയാത്ത പൊട്ടൻ. ഇതാണ് തൻ്റെ പീഡിയയുടെ ലൈസൻസ്. ഇനി താൻ എന്നെയും കണ്ടിട്ടില്ല, ഞാൻ തന്നെയും കണ്ടിട്ടില്ല. ഇതാരാ ഓടിക്കുന്നത്? ഹാൻഡ് ഫ്രീ. ഇറങ്ങി പോടാ. എന്താ എന്റെ പേര്? ജോമൻ എന്നാണ് സാർ. വിൻസെന്റ് മോട്ടോഴ്സ്. നീയാ ഡ്രൈവർ? ഡ്രൈവർ ആകത്തിന് സാർ. നിൽപ്പ് കണ്ട എന്തൊരു പാവാ. അകത്ത് കിടക്കണ്ട വകുപ്പാ. ഹെവി ലൈസൻസ് ഇല്ലാണ്ടല്ലേ വണ്ടി ഓടിച്ചത്. ഈ പാവ ഒരു മേയറായത് നിന്റെ ഭാഗ്യം. ആ കെയർ ഓഫിൽ നല്ല കളി കളിച്ചിട്ടാ ഈ കേസിൽ പെടാതെ ഊരിയത്. ഇത് വേറെ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ മിനിമം 1 ലക്ഷം രൂപയെങ്കിലും എണ്ണാമായിരുന്നു എന്റെ മിഷനിൽ, ഇല്ലേ? അതേന്നേ. ഈ കുരുത്തം കെട്ടവനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അളിയാ? ഞാനിപ്പോ എന്താ പറയണ്ട എന്റെ അളിയ? എന്റെ അങ്കിളെ ബസ് ഓടിച്ചെന്ന് രക്ഷപ്പെട്ടു വെക്കാം. അപ്പന്റെ ഇത് കണ്ട ആ ബസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇവന്റെ കൂടെ സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരാളല്ല, വേറെ 3-4 പെൺപിള്ളേർ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ദേ നോക്കിയേ, വിത്ത് മൈ ക്യൂട്ട് ഫ്രണ്ട് ജോമോൻ. ഈ ഫാൻസിനെ കൊണ്ട് തോറ്റു. നോട്ട് കണ്ട, ഇതിന്റെ ഇടയിൽ അവന് ഫാൻസിന്റെ കാര്യം നോക്കാനാ തിരക്ക്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം ഇങ്ങോട്ട് പിടിച്ചിട്ട് തേക്കാത്ത ചുമരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്ക. അതിനിവിടെ തേക്കാത്ത ചുമരുണ്ടോ? എന്റെ ദൈവമേ, ഈ ജാതി ബുദ്ധിയില്ലാത്ത പെങ്ങളെയാണല്ലോ നീ എന്റെ തലയിൽ കെട്ടിവെച്ചത്. പെങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന് അളിയനൊന്ന് പറ. അത് വേറൊന്നുമല്ല, ദൈവഭയം ഇല്ലാത്തോണ്ട് അവനിങ്ങനെ തലതിരിഞ്ഞു പോണത്. കറക്റ്റാ. നീ എത്ര കാലമായി പള്ളി പോയിട്ട്? അപ്പൊ മറന്നുപോയോ? കഴിഞ്ഞ ക്രിസ്മസ് നമ്മൾ ഒന്നിച്ചല്ലേ പള്ളി പോയത്? കഴിഞ്ഞ ക്രിസ്മസാ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊല്ലം 1 ഇത് പുതിയ ക്രിസ്മസാ. ശരിയാ. ഒരു കാര്യം ഞാൻ പറയാം, ഇനി മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും ഇവരുടെ കൂടെ നീ പള്ളി പോണം. നന്നായി ഒന്ന് കുമ്പസരിച്ചിട്ട് പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞിട്ട് എന്റെ മുന്നിൽ വന്ന് നിന്നാ മതി. അപ്പാ മിണ്ടി പോകരുത്. എന്ത് പോക്കൃത്തരം കാണിച്ചാലും അവസാനം അവന്റെ ഒരു നമ്പർ സ്റ്റിൽ ഐ ലവ് യു അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. മനസ്സിലായ? നീ ആദ്യം പള്ളി പോ. നല്ല ബുദ്ധി തോന്നിക്കണമെന്ന് കർത്താവിന്റെ അടുത്ത് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ യാചകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. ആമേൻ.
അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്താണെന്നറിയില്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പാപങ്ങളെ കഴുകി വൃത്തിയായി ഒരു പുതിയ മനുഷ്യനായി തോന്നില്ലേ? വാ പോവാം. പുതിയ മനുഷ്യൻ. ദൈവം ഇത്ര സ്നേഹനിധിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്പിരിച്വാലിറ്റിയിലേക്ക് നേരത്തെ വരേണ്ടതായിരുന്നു. ക്രിസ്തുദേവൻ എന്നൊരു കാന്തം പോലെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാന്തത്തിന്റെ പേര് കാതറിൻ. ആണോ? ആ ഡാ, നീ കൊത്താൻ നോക്കുന്നതേ ഒരു വമ്പൻ സ്രാവിന്റെ കുഞ്ഞിനെയാ. വമ്പൻ സ്രാവ്? ദുബായിലൊക്കെ ബിസിനസ് ഉള്ള നാൻസി കുര്യനില്ലേ, അവരുടെ ഒറ്റ മോളാ ഈ കാതറിൻ. ശരിക്കും? കാതറിൻ സംഗതി ലോക ലോട്ടറിയാ. ഇതെങ്ങാനും നടന്ന ഞാൻ എന്റെ എല്ലാ അഴിമതിയും ബിസിനസ്സും കെട്ടിപ്പൂട്ടി വെച്ച് നിന്റെ മാനേജറായിട്ട് കൂടും. നാൻസി മേഡത്തിന്റെ ഒറ്റ മോളായതുകൊണ്ട് സ്വത്തും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. നോട്ടെണ്ണം മിഷീനൊരു പണിയായി. സ്വത്തിനെ പറ്റി മാത്രം പറഞ്ഞ കുട്ടിയുടെ ഒരു വാല്യൂ കളയില്ല ഞങ്ങളെ. എന്നാ ഒരു കാര്യം ചെയ്യാം, നല്ല മാലാക പോലൊരു പെങ്കൊച്ചിനെ ഏതെങ്കിലും ഓർഫനേജിൽ നിന്ന് ഞാൻ തപ്പിയെടുത്ത് കൊണ്ടുവരാം. മതിയോ? അങ്ങനെയല്ല, എന്നാലും അതിന് ആ കുട്ടിക്ക് ഇവനോടും തോന്നണ്ടേ? സാധാരണ പെൺകുട്ടികളെ കാണുമ്പോൾ ഇവന്റെ ഒരു ബാറ്ററി ചാർജിങ് ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഏൽക്കാൻ പോണില്ല. കൃത്യമായ പ്ലാനിങ് വേണം. തൃശ്ശൂർ ഉള്ളപ്പോ നമ്മുടെ നിമ്മി ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിലാ കുട്ടി പോവാറുള്ളത്, ലാ ഫെമില്.